ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് ഗൈസ് നമ്മുടെ അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു റിസോർട്ടിൽ. ഷാരുവാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ സർപ്രൈസാണ് അനന്തുവിന്. അപ്പോൾ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അനദർ വൺ ഈ വർഷത്തെ. ഏതോ റിസോർട്ട് എന്തോ പറഞ്ഞ് സോനു ഒക്കെ വരുന്നുണ്ട്, പിന്നെ കാർത്തി വരുന്നുണ്ട്, ബാക്കി ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് ഗൈസ് അവന് വിഷും ചെയ്ത് ഗിഫ്റ്റും കൊടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനാണ്. ഇപ്പം എന്തായാലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. ഗിഫ്റ്റ് വാങ്ങിക്കാൻ എൻ്റെ കൂടെ കമ്പനിക്ക് എവരുമുണ്ട് ഷൂസ് സെലക്ട് ചെയ്യാൻ. നമ്മൾ നേരെ ഫോറം മോളിലോട്ടാണ് ഗൈസ് പോകുന്നത്. അവിടെ പോയിട്ട് ന്യൂ ബാലൻസ് ചെയ്യുന്ന ഒരു ഷൂസ് വാങ്ങിക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഷാരുവിൻ്റെ അവൻ്റെ ഷൂ സൈസൊക്കെ ചോദിച്ചിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് ഒരു നല്ല ഫംഗി ലുക്കിംഗ് ഷൂസ് കൂടെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം കേക്ക് എൻ്റെ വീട്ടിലോട്ടാണ് പറഞ്ഞേക്കുന്നത്. അതും എടുത്തുകൊണ്ട് വേണം റിസോർട്ടിലോട്ട് പോകാൻ. ബാക്കി ഇപ്പോൾ എന്തായാലും നമ്മൾ ഫോറം മോളിലെത്തിയിട്ട് കാണിക്കാം ഗൈസ് ഏത് ഷൂസാണ് എടുക്കണമെന്നുള്ളത്. ഓഫ് ടു ഫോറം മോൾ. ബൈ. Anyway, baby, just name the time. When I'ma come through, can you get me cruising on the moonlight? Top down, playing new sounds while the wind blows over it. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും മിനിസോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ മിസ്റ്ററി ടോയ്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആരോ കുറ്റം പറഞ്ഞു, നിങ്ങളുടെ മിസ്റ്ററി ടോയ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, പ്രൈവസി ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക്. ബെസ്റ്റ് അവർ തന്നെ കാണിക്കുകയാണ് ഗൈസ്, ഞാനല്ല പറഞ്ഞത്. അവർ ഓൾറെഡി അത് വാങ്ങിച്ച സാധനം കാണിക്കുകയാണ്. ഞാൻ ഒരു പ്രൈവസിയും ബ്രേക്ക് ചെയ്യാറില്ല. ദേ ഹാവ് ദെയർ ചോയ്സ് ഗൈസ്. എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട. നമ്മൾ അങ്ങനെ ടെററൈസ് ചെയ്യാറുണ്ടോ ടു ഡു ഓർ ഷോ തിങ്സ് ഇൻ വ്ളോഗ്? അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ കാണിക്കുന്നത് ഗൈസ്. ദേ ലൈക്ക് വ്ളോഗിങ്. ദെയർ മോം ഇസ് എ വ്ളോഗർ. അവർ ഓൾറെഡി യൂസ് ടു ആയി. പിന്നെ നമ്മളെ കുടുംബത്തിൽ മൊത്തം ഇൻഫ്ലുവൻസറാണ് ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസർ ഫാമിലിയായി മാറി. കുറച്ച് കഴിയുമ്പോൾ ഇവരും തുടങ്ങും കോൾ മീ ജുജു, കോൾ മീ ഡുഡു. എനിവേസ് ഗൈസ്, അടുത്തിനി നമ്മൾ ന്യൂ ബാലൻസിലോട്ട് പോവാണ്. അനന്തുവിന് ഷൂസ് വാങ്ങിക്കാം. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ ന്യൂ ബാലൻസിൽ എത്തിയിരിക്കുകയാണ്. അകത്ത് കയറി ഷൂസ് നോക്കിയിട്ട് വരാം ഗൈസ്. അല്ല ഗൈസ്, നമ്മൾ സെലക്ട് ചെയ്തേക്കാണ്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സാധനവും ഇതുമായിട്ട്. അപ്പോൾ പിള്ളേരും പറഞ്ഞ് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. ഇതുമാതിരി ജീൻസിൻ്റെ മെറ്റീരിയൽ ഡെനിം ലുക്കുണ്ട്. അവൻ ജീൻസൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. മേ ബി ദിസ് ഇസ് എ ഗുഡ് ചോയ്സ്. നൈസ് അല്ലേ? അപ്പോൾ എന്നാലും ഗൈസ് വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്തിട്ട് വരാം. അടിപൊളി ഷോറൂമാണ് ഗൈസ് ന്യൂ ബാലൻസ്. ഈ ട്യൂബ് ലൈറ്റിൽ വരുമ്പോൾ ഐഫോൺ ആണെന്ന് വെട്ടുന്നത് എന്തിനാണ്? ഇതൊക്കെയാണ് ഷൂസിൻ്റെ കളക്ഷൻ. ഇപ്പം സെയിൽ നടക്കുന്നുണ്ട് ഗൈസ്. ഇൻ കേസ് ആർക്കെങ്കിലും ന്യൂ ബാലൻസ് വാങ്ങിക്കുകയോ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. 17,000 ഒക്കെ ഉള്ളതിനിപ്പം 11,000 ഒക്കെ ഉള്ളൂ. 5,000 6,000 കുറവുണ്ട് ഗൈസ്. 60% 50% ഒക്കെ ഡിസ്കൗണ്ടും ഉണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഗൈസ്. കം ട്രൈ യുവർ ഫസ്റ്റ് ന്യൂ ബാലൻസ് ഓർ മേ ബി ഗിഫ്റ്റ് ടു സമൺ എൽസ്. ഇപ്പം എന്തായാലും സാധനം കൊള്ളാം ഗൈസ്. നമ്മളടുത്ത് ഇവിടെ നിന്ന് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒരു 7 ഒക്കെ ആകുമ്പോഴാണ് അവിടെ എത്താൻ പറഞ്ഞേക്കുന്നത്. സർപ്രൈസ് പരിപാടി. കേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. എന്തായാലും ഇന്ന് ഫുൾ അനന്തുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ഈ വ്ളോഗ്. താങ്ക് യു. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേന് ഇവിടെ നിന്ന് നമ്മൾ ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനാണ്. ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം. ഒഡീസേ എവിടെ പോകണം? അടുത്ത് ബാസ്കിൻ റോബിൻസാ. അപ്പോൾ ചെറിയ ഗൈസ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇവിടെ നേരെ ദിയെ വിളിക്കണം. നേരെ പനമ്പള്ളി പോയി ഒരു കോഫി കുടിക്കുക എന്തെങ്കിലും ചെയ്യണം. അവൾ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പം പോയി വിളിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരെ റിസോർട്ടിൽ പോവുകയാണ് ഗൈസ്. സോനു വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ കേക്കും കൊണ്ട് നേരെ റിസോർട്ടിലോട്ട് പോകുന്നു. സർപ്രൈസ് പാർട്ടി. അപ്പോൾ ശരി ഗൈസ്, പിന്നെ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ യൂഷ്വൽ ഗ്യാങ് ആണ് ഗൈസ്, 3 പേരും. എന്തെങ്കിലും കേക്കോ എല്ലാം വാങ്ങിച്ച് തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോക്കട്ടെ, എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. എന്തോ പോസ്റ്റ് എഗ് പപ്സ് ഒക്കെ ഉണ്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്. സാധാരണ എഗ് പപ്സ് അവിടെ ഉണങ്ങിയിരിപ്പുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാണ്. അപ്പോൾ ഗൈസ്, വെരി റോങ് ഇൻഫർമേഷൻ. ഫ്രഞ്ച് ടോസ്റ്റിൽ റെഗുലർ എന്ന് വേണ്ട ഒരു കാര്യം അറിഞ്ഞുകൂടാ. അതൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഗൈസ്, നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ എഗ് പപ്സ്, പിന്നെ ഈ ടാർട്ട് കാരമൽ സോൾട്ടഡ് കാരമൽ ടാർട്ടും വന്നിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് ടോസ്റ്റോട് ഓർഡർ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഇന്ന് മറ്റേ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് ഗീ റൈസും പ്രോൺ റോസ്റ്റും ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണോ? ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ പാതി മുട്ട ഉണ്ട്. ഭാഗ്യം. അങ്ങനെയുണ്ട്. കൊള്ളോ? ഫ്രഷാണ്. അഭിപ്രായം ചെയ്യാൻ അത് പപ്സിൻ്റെ അത് വെച്ച് കൊടുക്കുന്നതാണ്. നോക്കട്ടെ, അവരെ പപ്സ് കുറച്ച് നാളായി കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ്. റിയലി ഗുഡ്. ഐ ലൈക്ക് ഇറ്റ്. അവളെ പപ്സ് മൊത്തം തിന്ന് ഇടയ്ക്കൊക്കെ അവളെ കാണിച്ചു. ഒരു എഗ് പപ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഒരു രക്ഷയില്ലാതെ ടേസ്റ്റ്. അതും ഹാഫ്. അത് അവൾ ഭയങ്കര ആക്രാന്തം.
ആക്രാന്തം കൊണ്ടാരം. അപ്പൊ എന്തായാലും ആ ഒരു ഹാഫ് കൂടെ കഴിച്ചിട്ട് നേരെ പോകുന്നു. ബാക്കി അത് കാണിക്കണമെന്ന് ആലോചിക്കും. ആ കഴിഞ്ഞോണം കാണിച്ചപ്പോൾ എത്തുമ്പോഴാണ് പ്രൈവസി ഉണ്ട്. പിള്ളേരെ പ്രൈവസി ഞാൻ ബ്രേക്ക് ചെയ്യണം. മിസ്റ്ററി ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചെന്നത് വെളിയിൽ. ആരും ഓപ്പൺ ചെയ്യണം. അതെ നിന്റെ ചേച്ചി എവക്കുള്ള ഗിഫ്റ്റാണ്. നമ്മളെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് അത്. എന്റെ അല്ല ഞാനത് പരിചയപ്പെടുത്തി തന്നെ. നോക്കട്ടെ എന്താണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. അവളെ എനിക്ക് ഇതിന്റെ ഒരു സാധനം കൊണ്ടുവന്നു, ഒരു കരടി. ഒരെണ്ണം കിട്ടിയോ? രണ്ടെണ്ണം ഉണ്ടോ? അപ്പൊ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഓ ഇതാണ് ബുബു അല്ല, ഇത് ബുബു അല്ലേ? ഇതേപോലെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഗൈസ് കിട്ടുന്നത്. കാണിച്ചു ചോദിച്ചു ഡുഡു. ഇതാണ് ബുബു അല്ല, ഇത് ബുബു, ഇതാണ് ഡുഡു. അവിടെ ഈ 2 കരടികളുടെ സാധനമാണ് ഗൈസ്. ഇത് ഇഷ്ടമുള്ളവർക്ക് അവിടെ മിനിസോയിൽ പോയാൽ പുതിയ കളക്ഷനാണ് കിട്ടേണ്ടത്. കിട്ടിയല്ലേ? അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുന്നത്. ഞാനും ഒരെണ്ണം വാങ്ങിച്ചു ഗൈസ്. എൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ പുറത്ത് മൊത്തം ക്യൂട്ട് ഐറ്റംസ് ആണ്. അല്ല അതെന്തോ കാറിയിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഗൈസ് അതിൻ്റെ അൺബോക്സിങ് ഞാൻ പിന്നെ ചെയ്യാം. അങ്ങനെ 2ാമത്തെ പപ്സ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. മുട്ട പപ്സ് ചെയ്യാം. ബട്ടറാണോ? ബട്ടറാണോ ഗീ ആണോ? ബട്ടർ ബട്ടർ. ഈ ക്രസ്റ്റ് ഗീ ഓർ ബട്ടർ അടിപൊളിയാ. ഇതൊന്ന് ബട്ടറാന്ന് നല്ല ടേസ്റ്റ് ആട്ടാ. നല്ല മസാല. മുമ്പ് എനിക്കത് വലിയ ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം. ഡെവലപ്പ് ആക്കി. ഞാൻ ആദ്യം ഇവിടുത്തെ മുട്ട പപ്സ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവരെ മസാല കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് എഗ് പപ്സും കൊള്ളാം. അത് വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ഡ്രിങ്കാണ് ഗൈസ്, ഹിബിസ്കസ് ഫിസ്. യു ലൈക്ക് ഇറ്റ്? നിങ്ങൾ ഇഷ്ടമാണോ ഹിബിസ്കസ് ഫിസ്? ഇവൻ ഷാജിന്റെയും ഫേവറേറ്റ് ഡ്രിങ്കാണ്. എന്താണ് ചെമ്പരത്തി തന്നെയാണോ? ഹിബിസ്കസ് ആണോ? ഹിബിസ്കസിന്റെ എന്തോ എസെൻസ് ആണോ ഹിബിസ്കസിന്റെ പൗഡർ ആണോ എന്ന് എനിക്കറിയാം. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അതും ആ ഫിസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്. സോ എനിവേസ് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് ആരും കുടിച്ചിട്ടില്ലെങ്കിൽ ഹിബിസ്കസ് ഫിസ് നല്ല ടേസ്റ്റാണ്. പുതിയ മൈക്ക് മൈക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഫോർക്ക് മൈക്ക്. ഒരു ഫോർക്കും കൊണ്ടുവരാം. അല്ല എന്റെ മറ്റേ സാധനം ഉണ്ടായിരുന്നു, മറ്റേ റിപ്പോർട്ടർ ചാനൽ പോലെ. നെക്സ്റ്റ് ടൈം we will bring that. അത് കാറി വെച്ചേക്കാം. ഇത് നല്ലതാ. ഇത് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഇത് ഇങ്ങനെ കൊണ്ട് നടക്കും. നൊമാഡിയെ ഞാൻ കാണാം. ഹലോ, ദ റിപ്പോർട്ടർ ചാനൽ നിന്നും ഹയ ആൻഡ് ദിയ. ഹയ ആൻഡ് ദിയ സൈനിങ് ഓഫ്. റയ ഹയ ദിയ. റയ ദിയ സൈനിങ് ഓഫ്. ആശുപത്രിയിൽ നിന്ന് കിളി പറന്ന് വന്നേക്കാണ്. കാപ്പി കുടിക്കാവനെ കേൾക്കുന്നത്. കാപ്പി കുടിച്ചാൽ ഒത്തിരി മുൻമേഷം വരും. കാപ്പുച്ചീനോ ഞാൻ കുടിച്ചു 2 കോഫി ഒരു ടീ കുടിച്ചു. That's why she's like this. ഫുള്ളോ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനും ഗൈസ്. കുട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ കുറച്ച് കിഡ്സ് വ്ലോഗ് ചെയ്യുന്നൊരു മോചനം കിട്ടിയത്. ഇത് മൊത്തം 3 കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുന്ന പോലെ ഉണ്ട്. That's because Sunny Mama's old. എന്റെ കപ്പുച്ചീനോ വന്ന് ഗൈസ്. ഇതെന്തോടെ ഇത്? വാട്ട് ഈസ് ദിസ്? അത് മൊത്തം അവിടെയൊക്കെ ആക്കി എനിക്ക് കൈ പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. 2 എണ്ണത്തിനും ഉണ്ടല്ലോ ഗൈസ്. പ്രത്യേകിച്ച് എവളാണ് ഈ പിള്ളേരെയും കൂടെ ചീത്തയാക്കണത്. എവള് ഈ ദിയ പാവം നല്ല അന്തസ്സുള്ള പിള്ളേരായിരുന്നു. അവരെ കൊണ്ട് താണ്ട ഫുൾ ഭയങ്കര കുരുത്തക്കേടാണ് എവള് ദിയ. അങ്ങനെ ഗൈസ് നമ്മളെ ഇന്നത്തെ കറക്കം കഴിഞ്ഞിരിക്കുകയാണ്. അവരെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വേണം. എന്റെ ഫ്ലോ പോയി. ഇത് എൻ്റെ ടോയ് ആണ്. ഇതിൽ പ്രൈവസി ഒന്നുമില്ല. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ ബുബു ഡുഡു. എന്തിന് പോളോ? ഞാൻ ഓൾറെഡി കിട്ടിയല്ലോ 2 എണ്ണം. എന്താണ് എൻ്റെ എക്സ്പ്രഷൻ ഡിഫറെന്റ് ആയിരിക്കുന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് നല്ല കിട്ടി. എനിക്ക് നല്ല ക്യൂട്ട് സാധനം കിട്ടി ഗൈസ്. അവളെ കൈ കൊടുക്കുന്നില്ല, അടിച്ചോണ്ടു. ഓ മൈ ഗോഡ്, തൊപ്പി വെച്ച ബുബു ഡുഡു. ഉണ്ടാ പോളോ. ഇത് എന്റേത്. എനിക്ക് എന്റെ നല്ല ഭാഗ്യമുണ്ട് ഗൈസ്. ഓ നൈസ്. അതുകൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഫുഡി ആയിട്ടുള്ള ഞാനാണ് ഗൈസ്. ഇത് ഈ വെള്ള ഇത് അടിപൊളി. ഇതിന്റെ ഫുൾ കളക്ഷൻ വാങ്ങിച്ചാലോ? വെറും 450 രൂപയുള്ളൂ ഒരൊറ്റ പെട്ടിക്ക്. ആ ചെറിയ ഉണ്ടെങ്കിൽ നല്ല കത്തി വിലയുള്ള സാധനം.
അപ്പോൾ അടുത്ത് ഇനി ഡുഡുവിൻ്റെ ഉണ്ട് ഗൈസ്. അവൾ പറഞ്ഞ് കുഴപ്പമില്ല കാണിച്ചോളാൻ, അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ആരും അന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ഞാനിത് എന്തുകൊണ്ടാണ് ഇവർക്ക് കിട്ടുന്ന ടോയ്സ് ഒക്കെ ഞാൻ ഇതിന് വീഡിയോ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പ്രൈവസി എന്നൊക്കെ പറഞ്ഞാൽ ആരോ ഭയങ്കര ഡയലോഗ് അടിയായിരുന്നു. അല്ല പിള്ളേർ കളിപ്പാട്ടം ഞാൻ കാണിച്ചു കൊടുത്തു യൂട്യൂബിൽ. ഇത് നല്ല രസമുണ്ടല്ലേ. എവള് ഭ്രാന്തി ഇറങ്ങി കിട്ടിയില്ലേടി 2 എണ്ണം വാങ്ങിച്ചു തന്നല്ലോ 2 എണ്ണം. അത് നല്ല കിടിലം സാധനം. അത് നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാ. എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് നീ എടുത്തോ, അറ്റ ഞാൻ എടുത്തോ. പിന്നെ വാട്ട് ഈസ് ദിസ് ജിജു? നിങ്ങളാണോ ചെറിയ കൊച്ചതാ എവളാണോ? കട്ടി അവിടെ നോക്കട്ടെ. ജിജുവാണ് മറ്റേ അൺബോക്സർ. നോക്കട്ടെ എന്താണ് സാധനം നോക്കട്ടെ. ഷോ എനിത്തിങ് ഡിഫറെന്റ്. ഇതെന്താ സാധനം? വാട്ട് ഈസ് ദിസ്? ഹോൾഡിംഗ് ഷാർക്കാ? വാട്ട് ഷാർക്ക്? ഷോ മീ. കൈ ഒടിഞ്ഞിരിക്കുന്നു. അയ്യോ ഒടിഞ്ഞ കൈയുള്ള. അയ്യോ പാവം. ഓ ഇടിയണയാണ് അങ്ങനെ. അടുത്ത് നോക്കട്ടെ. വെള്ളം നോക്കട്ടെ. ഇതെന്തോ ഉറങ്ങുന്നു. അയ്യോടാ. ഓ ഇടി കൊടുക്കുന്നത് അങ്ങനെ എന്താണോ അവിടെ? ഓ ഇതാണ് ഗൈസ് ഡുഡുവിനെ കിട്ടിയത്. ഉറങ്ങുന്ന. ഓ ഇത് നൈസ് കേട്ടോ. നല്ല ക്യൂട്ട് സാധനം. ഇത് ഭയങ്കര അഡിക്ഷനാണ് ഗൈസ്. ഇത് വാങ്ങിച്ചപ്പോൾ ഇവരാണ് എന്നെ ചീത്തയാക്കിയത്. ഇവർ ഈ മിസ്റ്ററി ബോക്സ് എന്ന് പറഞ്ഞ് ഇപ്പം ഞാനും മൊത്തം മിസ്റ്ററി ബോക്സ് വാങ്ങിച്ച് തട്ടയാണ്. മിനീസോ മിക്കവാറും ഞാൻ വിലയ്ക്ക് വാങ്ങിക്കും. അന്ന് വാങ്ങിച്ചതാ. ലുക്കാമോയോ മറ്റേ ലബൂബു. ലുക്കാമോ. ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ളൊരു BMW ബെൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളിവിടെ ബുബു ഡുഡു മറ്റേ ലബൂബു മറ്റേ വേറെന്തോടെ മറ്റേ എന്തോന്ന് കഴിഞ്ഞ തവണ വാങ്ങിച്ചെന്തോന്ന് ഹലോ കിറ്റി മിസ്റ്ററി ട്രഷർ ഗൈസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഗൈസ്. ഇതൊക്കെ കളക്ട് ചെയ്യണതിന് പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും കളക്ട് ചെയ്യാം. വില കൂടിയ റോളക്സും സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് സന്തോഷിക്കുക ഗൈസ്. കുറച്ചൊന്ന് നമുക്ക് തന്നെ ഞാൻ പറഞ്ഞേ നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കാം. അത്രേ ഉള്ളൂ. നല്ല ക്യൂട്ട് സാധനം. എനിക്ക് കിട്ടിയ തൊപ്പി വെച്ച് 2 എണ്ണവും കിടില്ല. അത് ചിക്കൻ ലെഗും ബർഗറും. അപ്പോൾ ഗൈസ് എൻ്റെ മേശപ്പുറത്ത് അത് 2ഉം പോയിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നേരെ വീട്ടിൽ പോകാം. ടാറ്റ. നാജിനി കേക്കൊക്കെ കൊണ്ടങ്ങ് പോയി കാണുമെന്ന് ലേറ്റായുണ്ട്. ഇവിടെ ചക്കവറ്റിലും തിന്നിരിക്കുകയാണ്. അത് അന്നാ നിന്റെ ഭാര്യ. അപ്പോൾ ഗൈസ് നമ്മൾ കേക്കും കൊണ്ട് പോട്ടെ. ലേറ്റായി ഓൾറെഡി. പോവാം. ഞാൻ ചെയ്ത ഫാനെന്ന് വിചാരിച്ചല്ലേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് വന്നത്. എന്തോടെ ഇത് വഴി കൂറ വഴി പേടിച്ചു പോയി സത്യം പറഞ്ഞ. എന്തോടെ ഇവിടെ ഇതൊന്നും സെലിബ്രേഷൻ നമുക്കാണ് സർപ്രൈസ്. തുരുത്ത് വഴിയൊക്കെ കൊണ്ടുവന്നിട്ട് ഏതോ തുരുത്ത്. അതിന്റെ സൗണ്ട് കേട്ടിട്ട് ഇനി ചിലപ്പോ അവർക്ക് അത് രൂപം വരുന്ന കണ്ടില്ലേ ഗൈസ്. അത് തന്നെ അവള് 7 മണിക്കൊക്കെ വന്നിരുന്നെങ്കിൽ തേഞ്ഞനാട്ടാ. നീയും പതുക്കെയാണ് വന്നതല്ലേ എനിക്ക് തോന്നി. മറ്റവര് തുരുത്തിൽ കൂടെ വരുന്നതേ ഉള്ളു. സോനു ആദ്യം വെച്ച് എനിക്ക് വഴി തെറ്റിയത്. ഇത് യഥാർത്ഥ വഴി എന്നെ എന്നൊക്കെ ഞാൻ ഒന്ന് സംശയിച്ചേട്ടാ. ഭയങ്കര ഊള വഴി കേട്ടാ ഗൈസ്. ഇവിടെ എത്തിപ്പെടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ഒറ്റ വണ്ടി രസമുണ്ടല്ലേ. നല്ല ബ്ലൂ വാട്ടേഴ്സ് ഗൈസ്. ആ പൂള് നൈസ്. നാളെ അവരൊക്കെ അതിൽ കുളിക്കുന്ന അതൊക്കെ എൻ്റെ വ്ളോഗിൽ വരും. ഞാൻ ഇന്ന് രാത്രി പോകും ഗൈസ്. ഞാൻ സ്റ്റേ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇത് സൂപ്പർ കേട്ടോ. ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെ. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അബിയല്ലേ അത്? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ബർത്ത്ഡേ ബോയിന്റെ കെട്ടിയോൾ കിടിലം കേട്ടോ. റെഡ് ലൈറ്റ് അടിപൊളി. ഈ വെള്ളം തൊടാത്ത എന്നെ കണ്ടിട്ട് നിനക്ക് അങ്ങനെ സംശയം തോന്നിയല്ലോ അടി. കുളിക്കാൻ പോലും ഇത് കുഴപ്പമില്ല. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവരെന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇപ്പം പിന്നെ ഇവന്റെ ചളുവൊക്കെ കേട്ടിട്ട് ഇപ്പം നമ്മളത് കാര്യമാക്കാറില്ല. അതെ ഇതൊക്കെ പഴയ ജോക്സ് ഗൈസ്. ഇതാണ് വെള്ളത്തിൽ കിടക്കുന്ന ഒരാളാണ് ഫുൾ ടൈം. ലക്ഷദ്വീപിൽ ഒന്ന് പോയിട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഭയങ്കര കുളിന്നാണ് അവന്റെ വിചാരം. ലക്ഷദ്വീപിൽ അവൻ ഓടിയത് ചിന്ത ശരിയല്ല. നീയാണ് വെള്ളം. അല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം വെള്ളം കണ്ടോലും അണ്ടർ കൊണ്ട് ഓടി പോയാണ്ടില്ല ലക്ഷദ്വീപില്. ബോധം പോയിട്ട് അതാണ് ഞാൻ ഒഴിവ് പോവാൻ വേണ്ട. ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് നോക്കട്ടെ. നല്ല രസമുണ്ട്. എവിടെയോ കണ്ടു മറന്ന 2 മുഖങ്ങൾ. എവിടെയാണ് നിന്നെ കാണാനില്ലല്ലോ. മിസ്റ്റർ കൊച്ചർക്കൻ, മിസ്റ്റർ റബി, നിങ്ങളാണ് കഷ്ടപ്പെടുത്തുന്നതല്ലേ. ഇതൊന്നും സെറ്റ് ആക്കിയില്ലേ? ഞാൻ വെച്ച് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചേക്കേ. ബ്രോ സനു പുതുമുഖം ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. എന്നാ ഷോട്ട്. ഇതാണ് ഗൈസ്. ഇതാണ് കേക്ക്.
എവിടാണ് എന്താ സനിബ്രോ ഞാൻ കേൾക്കേണ്ടത് പറയൂ. എൻ്റെ അമ്മോ, ഇതിലും ആ സാധനം എന്തിനാണ് എടുത്തിരുന്നത്? കുറച്ച് വെറൈറ്റി പിടിച്ചൂടെ? ഇവളുടെ പറ്റി 2 വാക്ക് പറ. ഷാരുവിന്റെ ബെസ്റ്റ് വന്നിരിക്കുന്നു ഗൈസ്. എവളാണ് ഷാരുവിന്റെ ബെസ്റ്റ്? ഇതിനുള്ള കേക്കുമായാണ് ആ ഇതാണ് ഗൈസ് കേക്ക്. ഇരുട്ടായിട്ടൊന്നും കാണിക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഓ വാവ് വെളിച്ചം. ഹാപ്പി ബർത്ത്ഡേ. മതി കണ്ടത്. സൂപ്പർ ആട്ടോ ഗൈസ്. എന്തോ തമാശ പറയാൻ കോമഡിയാണ്. കോമഡി പറഞ്ഞില്ല. ആരാ തമാശ? അല്ല ഞാൻ ഇങ്ങനെ കേക്ക് കൊണ്ട് വന്നപ്പോ ഇങ്ങനെ ചോദിക്കായിരുന്നു അനന്ത് ജനിച്ചോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ ജനനം നട, അവിടെ പ്രസവം. അപ്പൊ ഞാൻ പറഞ്ഞു പേരെടുക്കാൻ ശരണ്യ പോയിട്ടുണ്ടെന്ന്. പേരാണ് കഴിഞ്ഞ അവളുടെ പേരെടുക്കും. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാൻ ഈ ഗ്രാങ്ങിൽ വന്ന് പെട്ടുപോയെന്നുള്ളത് മാത്രം. യവനുണ്ട്. യവന്റെ ഭാര്യയാണ് ഇത് ജോക്ക് മൊത്തം തുടങ്ങി വെച്ചത്. യവന്റെ മാത്രം. ഉത്തരവാദി അവനാണ്. എന്റെ ജോക്കിന്റെ ഒക്കെ നിലവാരം കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക അവരെ കൂടെ കൂടിയിട്ടാണ്. മനസ്സിലായല്ലേ? എടി ഈ കാറ്റത്ത് ബലൂണൊക്കെ കെട്ടുന്നത് ആരാണ്? ഈ 2 ബലൂൺ കെട്ടിയതാണോ നിന്റെ ഡെക്കറേഷൻ? ആ വൈബോസ്കി ആണ് അവള്. അപ്പൊ ശരി ഗൈസ്, ഇതാണ് നമ്മളെ റിസോർട്ട്. നിന്റെ ഡ്രസ്സിന്റെ കളറ് അവിടെ എന്തപ്പോ കറുപ്പായിട്ട് തോന്നി. തറവാടിൽ കാരണവരാണ്. തറ വാടിയിട്ടില്ല ഇന്ന് വെയിലില്ലാത്തോണ്ട്. ഓ ഷിറ്റ്, അവൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. കെട്ട ചളി. ഓ അടിപൊളി സ്ഥലം ഗൈസ്. ഇവിടെയാണ് നമ്മളെ പരിപാടി. ഇവർ താമസിക്കാൻ വന്ന് സെലക്ട് ചെയ്തേക്കുന്ന സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ ചീന വലയും ഇങ്ങനെ ഒരു സംഭവം എല്ലാം ഉണ്ട്. ഇതെന്തോ തടിയിലാണ് ഉണ്ടാക്കിയത്. വെയിറ്റ് താങ്ങുമെന്തോ. നടന്നു നോക്കട്ടെ. ആ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ ഗൈസ്. രാത്രി ലോ ലൈറ്റ് പെർഫോമൻസ് ഓഫ് DJ Action 6. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് കൊള്ളാം ഗൈസ്. നല്ല ലൈറ്റ്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓ എന്തോ ഇത്, ഇതിൻ്റെ അപ്പുറത്തെന്താണ്? പാലമാണ്. ഓ ഇവിടെ ഒരു ചീന വലയാണ് ഗൈസ്. ഇരുട്ടത്ത് എനിക്ക് തന്നെ കാണാൻ വയ്യ, ക്യാമറ ഉപയോഗിച്ചാണ് കാണുന്നത്. നല്ല വൈബ് സ്ഥലം ഗൈസ്, അടിപൊളി. അപ്പോൾ അവരൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. മുകളിൽ അനന്തൂനെ പിടിച്ച് പൂട്ടിയിട്ടേക്കുകയാണെന്നാണ് അവൾ പറഞ്ഞത്. അവൻ മിക്കവാറും ഈ സൗണ്ടൊക്കെ കേട്ടാണ് മിക്കവാറും നമ്മളൊക്കെ വന്നത്. ഇറങ്ങി വരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അവനെ താഴോട്ട് വിളിക്കുന്നു ഗൈസ്. ആൻഡ് കേക്ക് മുറിക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു. അത് തന്നെ പ്ലാൻ. സംഭവം കൊള്ളാം ഗൈസ്. ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് പൂളും പരിപാടികളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇവിടെ ഡെക്കറേറ്റിംഗ് പരിപാടി നടക്കുകയാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. മിസ്റ്റർ കാർത്തിക് സൂര്യയാണ് ഇതിൻ്റെയൊക്കെ ചുമതല. കൂലിപ്പണി ചെയ്യുന്ന വർഷ, പണി ചെയ്യിപ്പിക്കുന്ന ഷാരു. അതെ, കൂലിപ്പണി വർഷ. വർഷാക്കൂ. ഗൈസ് സ്റ്റീവൻ കറി. സ്റ്റീവ് കറി മറ്റേ. ഓ അതെന്തോ എയറില്ലാത്തതാണല്ലേ. ആ നെക്സ്റ്റ്. ഓ എൻ്റെ അമ്മ ക്യാച്ചൊക്കെ പിടിക്കും. എൻ്റെ അമ്മ വർഷം പഴയ കിടിലം കോളേജ് ചാമ്പ്യനായെന്ന് തോന്നേട്ടാ ബാസ്കറ്റ്. എന്തോടാ അത്, എന്തോ സംഭവം? ആ എവളാ ബൈക്ക് നോക്കിയാണ് എറിയണേന്ന് തോന്നേട്ടാ. കൊളാടി. അങ്ങനെ ഒന്നും ആരുമില്ല. പക്ഷെ എൻ്റെ അമ്മ ബൗൺസ് പോലും ഇല്ലല്ലേ. ഈ വയറ്റല്ലേ, ഈ വയറ്റ്. അങ്ങനെ the champion of the champion. യെസ്, ബാസ്കറ്റ്ബോൾ NBA. അങ്ങനെ ഗൈസ് എനിക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. അവന് കൊടുക്കാനുള്ള ഷൂസ് ഞാൻ തന്നെ എടുത്തു. വാത്തക്കോഴിയുണ്ട് കാണണോ? ഇരുട്ടത്ത് ഇനി വാത്തക്കോഴി ഇവിടെ സംസാരിക്കും അതിന്റെ അടുത്ത്. ആണോ? അതൊന്നുമല്ല, ഒന്ന് എന്നെ ശല്യം ചെയ്യാതെ പോവെന്നാണ് അത് പറഞ്ഞത്. അല്ല അതിന്റെ ഭാഷയൊന്നുമല്ല. വന്ന് എന്തോന്ന് ഡയലോഗ് അടിക്കണേന്നാണ് ചോദിക്കുന്നത്. വാത്തക്കോഴിയുടെ ഭാഷ അറിയാമോ? ഓ നല്ല രസമുണ്ടല്ലേ റിഫ്ലക്ഷൻ. ഇതിന് സൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈഡ് ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. ഷിറ്റ്. ഇതാണ് ഈ ആക്ഷൻ 6ന്റെ ഒരു കുഴപ്പം. ലക്ഷദ്വീപ് പോയിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്യുന്ന കപ്പിൾസ്. ഓഫ് ഭയങ്കര സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. അമ്മേ ഇതെന്തോന്ന് ചൂരൽ കസേര. അയ്യോ ഞാൻ ചരിഞ്ഞ് കിടന്നുപോയി. ആ എന്താ സുഖം. അങ്ങനെ ഗൈസ് നമ്മൾ മയാമിയിലുള്ളൊരു പൂളിൻ്റെ അടുത്താണ് ഗൈസ്. പറഞ്ഞു തീരണേണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഓടിച്ച് മയാമിയിലെത്തി ഗൈസ്. വൺ സീൻ. നമ്മൾ മറ്റേ NBA കളിക്കാൻ പോയിട്ട് നേരെ മയാമിയിലെ ബീച്ചിന്റെ സൈഡിൽ ചില്ലിയാണ് ഗൈസ്. ജയിച്ച സന്തോഷത്തിൽ. പണ്ട് ചെയ്യാന്ന് ഗൈസ്. ഷാസും നല്ലപോലെ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു പണ്ട്. ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ സുഖമാണ്. ആണോ?
നമുക്കാണ് വീഡിയോ പ്രൂഫ് ഇല്ലാതായി അടുപ്പിച്ച് 10 ഇടണം, അതൊക്കെയാണ് കഴിവ്. അതൊക്കെയാണ് നമ്മളെ ചാലഞ്ചസ്. കേൾക്കാത്തതിൽ കിടക്കുക. പക്ഷേ രസമുണ്ട് കേട്ടോ ശവാസനമായിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട്. ഇതല്ല by the way ശവാസനം. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ഇതിൽ ശവാസനം ഇതാണ്. തുരുത്തിലൂടെ വണ്ടി ഓടിച്ചൊന്ന് ശവമായെന്നാണ്. സത്യം കേട്ടോ, ഇവിടെ വരുന്ന വഴി നല്ല ശോകമാണ് ഗൈസ്. അടിപൊളി റിസോർട്ട് പക്ഷേ കൊള്ളാം. അത് ഗൈസ് മുകളിൽ ആകാശവും താഴെ നമ്മളും. എന്താല്ലേ അതിൻ്റെ അപ്പുറത്ത് പൂളും. കുളം കലക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കണ്ടു ഒറ്റ ചവിട്ട് പാവപ്പെട്ട നേരെ വെള്ളത്തിൽ പോയി. പക്ഷെ നല്ല വ്ളോഗായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ വിരുന്നിനൊക്കെ പോയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ നിങ്ങളെ ഡാൻസ് കിഡില്ല കേട്ടാ, അവിടെ പാറു നല്ലപോലെ ചെയ്ത്. ഫുള്ള് റെപ്രസെന്റ് ചെയ്തിട്ട് സൗത്ത് സോൺ സഹോദയ ഉണ്ടല്ലോ ഫെസ്റ്റ്, അതിന് അവളുടെ കൂട്ടുകാരികളെല്ലാരും കൂടെ ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് അടിച്ചിട്ടുള്ളതാണ്. സീനാണ് കേട്ടോ. എവനും കൊള്ളാം, നീയും കൊള്ളാം കേട്ടോ. ഞാൻ അതിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എവന്റെ കാലിന്റെ സ്പീഡ് അനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല ആദ്യം നീ ആദ്യം കളിച്ചതിൻ്റെത് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അല്ല സെക്കൻഡ് നിങ്ങൾ രണ്ടും ഒരുമിച്ച് കളിച്ചത് നല്ല ഫാസ്റ്റ് ആയിരുന്നു. നീ കളിച്ചായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ച പോലുമില്ല. എവിടെ എനിക്ക് തോന്നുന്നു അങ്ങ് അറ്റത്തായിരുന്നില്ലേ നിന്നത്. അത് എനിക്ക് മനസ്സിലായി. എവള് കുറച്ച് കഷ്ടപ്പെടുന്നു. നന്ദുവും കഷ്ടപ്പെട്ട് എവനും പാറുമാണ് നല്ല രീതിയിൽ ചെയ്തത്. അല്ല എനിക്ക് താളബോധമുണ്ട്, അതുണ്ട്. പാടാ അറിഞ്ഞൂടെങ്കിലും താളബോധമുണ്ട്. എന്താ പാടാ അറിഞ്ഞൂടെങ്കിലും പാടും അവൻ. ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടെങ്കിലും ഡാൻസും കളിക്കും. എന്ത് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിലും അവൻ അത് ചെയ്യും. അതാണ് അവന്റെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി. ഇതിപ്പോ ഡോക്യുമെന്ററി ആയാലും ഓക്കെ ഗൈസ് ബൈ മിസ്റ്റർ കണ്ണൻ ബ്രോ എസ് ആർ. അവള് വന്നില്ലേ? അതിനിപ്പോ എന്താ ഇവിടെ ഒന്നും പഠിക്കാമല്ലോ. അങ്ങനെ എല്ലാരും വന്നല്ലോ, ഇനിയിപ്പൊ അന്യാരും വരാനില്ലല്ലോ. അവിടെ ഈ ഒരു വഴിയുള്ള നീ വന്നിട്ടുണ്ടോ ഇവിടെ മുമ്പ്? ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പോകണല്ലോ. അവസാനം അവര് കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് ഞാൻ പോയപ്പോ കണ്ടു പരിചയമുള്ള മുഖം. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ കൊണ്ട് പോകണം, അല്ല ഞങ്ങൾക്ക് വഴി തെറ്റിയാണ്. ബെസ്റ്റ്. ഈ ഒരു വഴി ഭയങ്കര സീനാണ് കേസ്. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ തെണ്ടി കുറച്ചുകൂടെ ഇരുട്ടിയതിന് ശേഷം പോവാം. ഇങ്ങോട്ട് വണ്ടി വരാത്ത സമയത്തോട്ട് പോവാം, അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഗൈസ് അവൻ അനന്തു താഴോട്ടിറങ്ങി വരട്ടെ. സർപ്രൈസ് ഒന്നും വേണ്ട, നമ്മൾ കുറച്ചായിട്ട് പോസ്റ്റാണ്. കായൽ കാറ്റിയായിട്ട് ഒരാളത് അവിടെ ഉറങ്ങി. കണ്ടേ ഒരാൾ മയങ്ങിപ്പോടാ. പാവം വർഷ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. യോഗാസനം ചെയ്യണം എന്നും ബ്രോ. രാവിലെ എഴുന്നേക്കൊണ്ട് നേരത്തെ കിടക്കും. 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം ഉറങ്ങും. എൻ്റെ അമ്മ എല്ലാ ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരാണ് ഗൈസ്. ഞാനും തുടങ്ങാൻ പോകണം. കുറച്ചൊരു 10 കിലോ കുറയ്ക്കാനുള്ള പ്ലാനാണ് ഗൈസ്. 6 മാസം കൊണ്ട് ഞാൻ കോറൊക്കെ വെളിയിൽ കൊണ്ടുവരും. അതാണ് എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഷോ തകർക്കും നമ്മൾ. ശരിയാണ് കേട്ടാ. ശില്പി ഒന്ന് സത്യം കേട്ടാ. ഈ റിസോർട്ട് നിങ്ങളുടേതാണോ? അല്ലേ? ആ സത്യം കേട്ടാ. ഒരു കണ്ണാരെ ഇടിച്ച് നീക്കിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ നമ്മൾ സർപ്രൈസ് ആയിട്ട് അവനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണുന്നില്ല. അപ്പൊ ഗൈസ് അവൻ ഇറങ്ങി വരട്ടെ. അവനെല്ലാം അറിഞ്ഞു കാണും. ഇപ്പൊ അവൻ അഭിനയിക്കാൻ വേണ്ടി വരും. വാവ് വാട്ട് എ ഫാന്റാസ്റ്റിക് സർപ്രൈസ് എന്നുണ്ട്. കണ്ടു കാണും, അവൻ കണ്ടു കാണും ഉറപ്പായിട്ടും. അപ്പൊ എല്ലാരും സെറ്റ്? ഇല്ല, നമ്മളാരും സെറ്റ് അല്ല. ഈശ്വരനോട് കളിച്ചാലോ? Happy birthday to you. Happy birthday to you. Happy birthday to you. അനന്തോ അങ്ങനെ കുറച്ച് നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നീ എവിടെയായിരുന്നടാ? നിന്നെ കെട്ടിയിട്ടേക്കുന്നത് 7 മണിക്ക് 3 മണിക്ക് എന്തോ കനത്തിലെന്തോ കിട്ടാൻ പോകുന്നോ നിനക്ക്? ഇവരൊക്കെ ദുബായിൽ നിന്ന് വന്നവരാ. ദുബായിക്കാരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. നമ്മളെ കണ്ടപ്പോ ഒരു കരച്ചിലൊന്നും ഇല്ല. സത്യം കേട്ടാ. കൊള്ളാം, നല്ല കളറായിട്ടുണ്ട്. Happy birthday dear Alu. Happy birthday to you. ഡയറ്റ് പൊട്ടിക്കട.
ഫുഡ് അടിക്കാൻ. ഓ മൈ ഗോഡ്. ആ നീ വന്നാ ഫുഡ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ മിസ്സാക്കിന്ന് കേട്ടാ. പുറത്ത് വെച്ചാൽ നല്ല ലൈറ്റിങ് കേട്ടാ, നല്ല സെറ്റപ്പ്, വെള്ളം എന്നൊക്കെ തന്നെ ഇരിക്കും. ഇതൊക്കെയാണ് ഗൈസ് എക്സ്റ്റീരിയർ. ഇതാണ് കിച്ചൺ. നമ്മൾ ഫുഡ് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് ഇവിടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിങ്ങനെ സീനറിയൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാം. സോ ലെറ്റ്സ് സീ ഗൈസ്. ഫുഡ് വരട്ടെ. ഇതൊരു ഹാർട്ടൊക്കെ ഇരിക്കുന്നു ഗൈസ്, കൊള്ളാം. നല്ല നിലാവുള്ള രാത്രിയാണ് ഗൈസ്, നൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ വെളിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അകത്തും ഇരിക്കുകയായിരുന്നു, പക്ഷേ വെളിയിലിരിക്കുന്ന കുറച്ചുകൂടെ വൈബാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ വെളിയിൽ ടേബിൾ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക എന്നുള്ള പ്ലാൻ. ഞാൻ നേരത്തെ ഫുഡ് നമ്മൾ പറയണം. അപ്പം ഞാനൊരു പ്രോൺസിൻ്റെ റോസ്റ്റും ഗീ റൈസും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. ഷെഫ് അവിടെ മരണ പണിയിലാണ്. ഗീ റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഗൈസ് ഫുഡ് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആദ്യം തന്നെ വന്ന 4 പേര് ഇവരാണ്. ഫുഡെന്ന് കേട്ടപ്പോൾ ഓടി വന്നവർ. എനിക്ക് കമ്പനി ഉണ്ട് ഗൈസ്. എന്താ ഫിഷ് ഫിംഗറാണ്. ഇത് മറ്റേ സ്ക്വിഡ് ചിക്കനാ, ചിക്കൻ നഗറ്റ്സ് ഇൻ ന്യൂ ഷേപ്പ് ഗൈസ്. അപ്പം എന്തായാലും ഫുഡൊക്കെ വരുന്നുണ്ട് ഗൈസ്, കഴിക്കട്ടെ ഗൈസ്. വെരി നൈസ് ഫുഡ്. പ്ലേറ്റ് ഒഴിഞ്ഞ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതാ കണ്ടാ, കരിമീനൊന്നും ഒരു പൊടി പോലും കിട്ടിയില്ല ഗൈസ്. അവൻ മറ്റേ പറന്ന് തീർത്തിരിക്കുക. ബാക്കി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റൂല. ഞാൻ എല്ലാത്തിനും കുറച്ച് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ ഗൈസ്. എല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം കേട്ടോ, നല്ല ഫുഡ്. അങ്ങനെ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ അടിച്ച് നല്ല റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാത്രമേ പോകുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഇവിടെ സ്റ്റേ ആണെന്നോ അല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങളില്ലല്ലോ. ആ അപ്പം ഇവരും ഉണ്ട് ഗൈസ് എൻ്റെ കൂടെ ഈ വരമ്പ് താണ്ടി കിടക്കാൻ. അപ്പം ഇവിടെ വരുന്നത് കുറച്ച് ഞാൻ ഫ്രണ്ടിൽ ചൂട്ടം കത്തിച്ചു പോകും ഗൈസ്. കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേണുകളുണ്ട് ഈ റോഡിൽ. അത് സൂക്ഷിച്ച് വേണം വരാനായിട്ട് ഗൈസ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വിശാലമായ റിസോർട്ടാണ്. ആ റോഡ് പണി സെറ്റായ ഞാൻ എന്നും വരും ഇവിടെ. ഈ കായൽ കരയിൽ ഇരുന്ന് ഞാനിങ്ങനെ എൻജോയ്. നല്ല പൂള്, നല്ല വിശാലമായ കായലോരം. ആകെ ഇവിടുത്തെ അപ്രോച്ച് റോഡ് മാത്രം സീനാണ് ഗൈസ്. നീ കൊടുക്കാണ്ട് ഈ എല്ലും മറ്റേ വടിയും മാത്രമല്ലേ ഉള്ളൂ. എല്ലാം ഫുള്ള് തീർന്നു. പിന്നെ ഗൈസ് നല്ല ഫുഡായിരുന്നു ഗൈസ്, കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വൈബായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാന്നുള്ള സംഭവമാണ്. എന്തായാലും അവന് ഗിഫ്റ്റും കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകും ഗൈസ്. അവരൊക്കെ ഇവിടെ ചില്ല് ചെയ്യും. ഇങ്ങനെ ഏറി കൂടെ ഡ്രോൺ ഷോട്ട് തെങ്ങിന്റെ മണ്ടയിൽ എന്താണെന്ന് നോക്കും. ഇവിടെ വലിച്ചിട്ടൊന്നും വലിയുന്നില്ലല്ലോ. പോരാ പവർ പോരാ. രണ്ടും കൂടെ കിടന്ന് ആഞ്ഞു വലി. എന്താ ഗൈസ് ഇവരുടെ കുട്ടിത്തം വെളിയിൽ വന്നത്. നിനക്ക് കോമ്പറ്റീഷൻ. ഇവര് കുട്ടികൾക്ക് കോമ്പറ്റീഷനാണ് അവന്മാര്. എടാ നിന്റെ സിനിമ വരാൻ പോയല്ലേ? അതൊക്കെ രഹസ്യം പരസ്യമായ അതിപ്പോഴും നന്നായി. അപ്പം അവൻ്റെ പടം ഉടനെ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് അവന് ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകാന്നുള്ള പ്ലാനിലാണ് ഗൈസ്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ വന്നതിന് ശേഷം നമ്മൾ റൂമിൽ ഇരിക്കണം, ഗിഫ്റ്റും കൊടുക്കുന്നു, ഷൂസ് കൊടുത്തിട്ട് നേരെ പോകും വീട്ടിലോട്ട്. ഈ വഴി കുറച്ച് സീനാണ് ഗൈസ്. അതൊന്ന് ചാടിക്കടന്ന് കൊച്ചി എത്താതെ സമാധാനമില്ല. ഇവിടെ നല്ല ലൈറ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഷിറ്റ് മിസ്സായി. ഓക്കെ ഗൈസ്, നമ്മൾ ഊഞ്ഞാലാടിയിട്ട് വർഷങ്ങളായി. എൻ്റെ സൈഡിൽ മറ്റൊരു കണ്ടസ്റ്റന്റ്. ഇത് പൊട്ടി വീഴും, ആടുന്നുണ്ടല്ലോ ഗൈസ്. കോമ്പറ്റീഷൻ. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഊഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. അത് കുഴപ്പമില്ലാന്നോ നിർത്തി. കുറച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചാടിയത്. എന്താണ് വർഷമായി കാണുന്നത് ഞാൻ. വർഷയുടെ എന്താടേ ഇത്? എന്തോടെ ഇത്? അയ്യോ ഈ വണ്ടി ഓട്ടിക്കാത്തവളാണോ നമ്മളെ കൊണ്ട് പോകുന്നത്? ഓ നോ. എവിടെയൊക്കെ പിടിച്ച് ഇത് കറണ്ടടിക്കോ? പിടിച്ച് നിന്നാ കറണ്ടടിക്കോ ഇവിടെ? അയ്യോ ഓ അല്ല വണ്ടി സ്റ്റാർട്ടായി. ഉള്ളിലൊരു ഡോക്ടർ ഉള്ളതുകൊണ്ട്. അയ്യോ ഡ്രൈവർ, നമ്മളിവിടെ പാസഞ്ചർ വെറുതെ ഇരിക്കുന്നു. ആരും വണ്ടി ഓടി ഉണ്ടാ. ഇതാണ് ഗൈസ് യഥാർത്ഥ വർഷ. ഇതൊന്നും കാർത്തികിന്റെ വീഡിയോയിൽ കാണൂല. ഓ മൈ ഗോഡ്, ഒരു ഡോക്ടറിനെ ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. അതിന്റെ ചെവിയൊക്കെ അടിച്ചു പോയി, എന്നാലും മിണ്ടായിരിക്കുകയാണ്. അതോ അവിടെ ഒരുത്തന കാറ്റടിച്ചിട്ടുള്ള ഉപദ്രവമാണ് അവള്. ഓൾറെഡി ഫാനും ഇട്ടിട്ട് കാറ്റടിപ്പിക്കുന്നതൊക്കെയാണ്. എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്തു. 7 മണിക്ക് റെഡിയായി, 8 മണിക്ക് മേക്കപ്പ് പോയിട്ട് ഫ്ലോറിൽ കയറി, വൈകുന്നേരം 5 മണി വരെ നിന്ന് ആങ്കർ ചെയ്തിട്ട് ഇവിടെ വന്ന് അവന്റെ കഷ്ടപ്പാടൊക്കെ KGF റോക്കി ബായി അവിടെ ക്വാറിയിൽ പണിക്ക് പോയ ഒരു ഫീലിംഗ് ആണ് ഗൈസ്. പാവപ്പെട്ടവൻ എന്തൊക്കെയോ കഷ്ടപ്പാടിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദിവസം. അപ്പോൾ ശരി ഗൈസ്, അനന്ത് വന്നതിന് ശേഷം നമ്മളെല്ലാവരും വീട്ടിൽ പോകണം. അല്ല നമ്മളല്ല, ഞാൻ വീട്ടിൽ പോകുന്നത്. ഇവരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങും ഗൈസ്.
നോക്കിയാ നമുക്ക് ഇഷ്ടപ്പെടുമോ നോക്കട്ടെ. കാർത്തിയുടെ ഗിഫ്റ്റാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടാ? ജിമ്മ്, ക്രോസ് ട്രെയിനിങ്, ക്രോസ് ഫിറ്റിന് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് സാധനം. ലിമിറ്റഡ് എഡിഷനുമാണ്. ഓക്കേടാ, എന്നാ നീ ഇതും കൂടെ പിടിച്ചോ. ഓക്കെ ഗൈസ്, അവര് ഓരോരോ അത് എന്തോന്ന് മറ്റേ ഫംഗ്ഷനും ഓരോരോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഗൈസ്. ശരിയല്ലേ? അതിന്റെ കാഷ്വൽ ഞാൻ തന്നെ വാങ്ങിച്ചതാ. ഷോറൂം തന്നെ ഉണ്ട്. എന്താടാ ഗിഫ്റ്റ് കൊടുത്താ? ആണോ കാര്യമായിട്ട്? ഓ കിടില ഗിഫ്റ്റ് ചേട്ടാ. കാഷ്വൽ സാധനം വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു ഗൈസ്. തെറ്റാണല്ലേ? കറക്റ്റല്ലേ? 7.5. എവിടെ 7 ആണ് പറഞ്ഞത്. ഞാൻ പിന്നെ അല്ല, ഓരോ ഷൂസിനും ഓരോ സൈസ് സംഭവമാണ്. കുഴപ്പമില്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ അനന്തു ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേടാ. എന്തായാലും നമ്മൾ ഇനി അടുത്ത ബർത്ത്ഡേക്ക് കാണാം. അവൻ ഭയങ്കര ബിസിയാണ്. ഫ്രൈഡ് റൈസിന്റെ അവനാണെങ്കിൽ അവന് പറ്റിച്ചേട്ടാ. കുറെ നാളായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകാൻ പറ. അല്ല നീ പറ, അവൻ അവൈലബിൾ ആവണ്ടേ? അതിന് ഫ്രൈഡ് റൈസ് ഓക്കെ. നീ വരില്ലേ? അപ്പൊ ഗൈസ് എല്ലാരും ഉറങ്ങാൻ പോവുകയാണ്. അവന് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ടാറ്റാ, ബൈ ബൈ ബൈ. ശരി ഗൈസ്, ടാറ്റാ.